നമസ്കാരം. സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങളിൽ പല ആളുകളും ഇപ്പോൾ ജീവിതത്തിലെ വലിയൊരു മാറ്റത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു പരിവർത്തനത്തിൻ്റെയോ സമയത്തിലാണ് എത്തിച്ചേർന്ന് നിൽക്കുന്നതെന്നാണ് കാണുന്നത്. ഇവിടെ നിങ്ങൾ ഇതുവരെ കടന്നു വന്നത് കഠിനമായിട്ടുള്ള പല പ്രതിസന്ധികളും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ നേരിട്ടാണ്. എന്നാൽ ഇവിടെ കഴിഞ്ഞ കുറേ കാലമായിട്ട് നിങ്ങൾ അനുഭവിച്ച മാനസിക സമ്മർദ്ദങ്ങളും കഠിനമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുമൊക്കെ അതിൻ്റെ അവസാന ഘട്ടത്തിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നതെന്നാണ് പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത്. നിങ്ങളുടെ മനസ്സിൽ ഈ ഒരു സമയം പുതിയ തുടക്കത്തിനായിട്ടുള്ള ഒരു ആഗ്രഹവും പ്രതീക്ഷയുമൊക്കെ വളർന്നു വരുന്നുണ്ട്. അതായത് നിങ്ങളെ അലട്ടിയിരുന്ന നിരാശയും വിഷമങ്ങളുമൊക്കെ മാറി നിങ്ങളുടെ ഉള്ളിൽ പുതിയൊരു പ്രതീക്ഷ നിറയുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. എല്ലാം ശുഭകരമായിട്ട് വന്ന് ഭവിക്കുമെന്ന ഒരു ആത്മവിശ്വാസം ഈ ഒരു സമയം നിങ്ങളുടെ ഉള്ളിൽ ഉണർന്ന് വരുന്നുണ്ട്. ഇവിടെ വളരെ കാലമായിട്ട് നിങ്ങൾ ആഗ്രഹിച്ച പരിശ്രമിച്ച ഒരു ലക്ഷ്യം അല്ലെങ്കിൽ ഒരു ആഗ്രഹം വിജയകരമായിട്ട് ഈ ഒരു സമയം പൂർത്തിയാവും എന്നുള്ളത് കാണുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ അതിൻ്റെ പൂർത്തീകരണത്തിൽ എത്തുമ്പോൾ വലിയൊരു ആശ്വാസവും സംതൃപ്തിയും സന്തോഷവും നിങ്ങൾക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ യാത്രകൾക്കോ വിദേശ പഠനത്തിനോ അല്ലെങ്കിൽ വിദേശ ജോലിക്കോ ഒക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള മികച്ച അവസരങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് വന്നു ചേരുന്നുണ്ട്. അതിലൂടെ പുതിയ ആളുകളെ പരിചയപ്പെടാനും പുതിയ അനുഭവങ്ങൾ സ്വന്തമാക്കാനും ഒക്കെ നിങ്ങൾക്ക് കഴിയുന്നതാണ്. കൂടാതെ ഇവിടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പുതിയൊരു പ്രണയബന്ധമോ അല്ലെങ്കിൽ വളരെ ആത്മാർത്ഥമായിട്ടുള്ള പുതിയ സൗഹൃദങ്ങളോ കടന്നു വരാനായിട്ട് പോകുന്ന ഒരു സമയമാണിത്. കൂടാതെ നിങ്ങളുടെ കുടുംബ ബന്ധങ്ങൾക്കിടയിൽ എന്തെങ്കിലും തർക്കങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ പൂർണ്ണമായിട്ടും മാറി അവിടെ സ്നേഹവും ഐക്യവും ഉണ്ടാവുന്നതാണ്. കൂടാതെ നിങ്ങളുടെ കുടുംബത്തോടൊപ്പം വളരെ സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങൾ ചിലവഴിക്കാനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു സമയം സാധിക്കുന്നതാണ്. ഇവിടെ നിങ്ങൾ ചെയ്യുന്ന ഏതൊരു കാര്യത്തിനും കുടുംബത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഒരു പിന്തുണ ലഭിക്കുന്ന ഒരു സമയം കൂടിയാണിത്. അതുപോലെ തന്നെ വിവാഹത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന പരിശ്രമിക്കുന്നവർക്ക് അനുയോജ്യമായിട്ടുള്ള ബന്ധങ്ങൾ വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണിത്. ഇവിടെ നിങ്ങളുടെ കുടുംബത്തിൽ ഒരു പുതിയ അതിഥി വരാനോ അല്ലെങ്കിൽ മംഗളകർമ്മങ്ങൾ നടക്കാനോ ഒക്കെയുള്ള സാധ്യതകൾ വളരെ കൂടുതലായിട്ടാണ് കാണുന്നത്. കൂടാതെ ഇവിടെ നിങ്ങളിൽ പല ആളുകളും ഇപ്പോൾ ഒരു നിശ്ചലാവസ്ഥയിൽ ഇരിക്കുന്നതായിട്ടുള്ള ഒരു സാഹചര്യം കാണുന്നുണ്ട്. അതായത് നിങ്ങൾ വിചാരിച്ച രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങാതെ എല്ലാം കൈവിട്ട് പോയതുപോലെയുള്ള ഒരു അവസ്ഥ പലർക്കും ഉണ്ടെന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ പ്രപഞ്ചശക്തി നിങ്ങൾക്ക് നൽകുന്ന ഒരു സന്ദേശമെന്ന് പറയുന്നത് നിലവിൽ നിങ്ങൾക്കുള്ള ഈ ഒരു നിശ്ചലാവസ്ഥയെ നിങ്ങൾ ഭയപ്പെടുന്നതിന് പകരം ശാന്തമായിട്ട് കാര്യങ്ങളെ മറ്റൊരു കോണിലൂടെ നോക്കിക്കാണുക. ഇപ്പോൾ നേരിടുന്ന ആ ഒരു കാര്യത്തെ അതിൻ്റെ വിപരീത ദിശയിൽ നിന്ന് ചിന്തിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഇതുവരെ നിങ്ങൾക്ക് കാണാൻ കഴിയാത്ത പുതിയ വഴികളും പരിഹാരങ്ങളും നിങ്ങൾക്ക് കണ്ടെത്താനായിട്ട് കഴിയും എന്നുള്ളതാണ്. ഇവിടെ ജീവിതത്തിൽ മുന്നോട്ട് പോകാനായിട്ട് കഴിയാത്ത രീതിയിൽ നിൽക്കുന്ന തടസ്സങ്ങൾ ഒരിക്കലും നിങ്ങളെ തകർക്കാനല്ല, മറിച്ച് കാര്യങ്ങളെ കൂടുതൽ വ്യക്തതയോടെ മനസ്സിലാക്കാനാണെന്നാണ് പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത്. ഇവിടെ നിങ്ങളിപ്പോൾ നേരിടുന്ന ആ ഒരു നിശ്ചലാവസ്ഥ താൽക്കാലികമായിട്ടുള്ളതാണ്. അതിനെയൊക്കെ മറികടന്ന് വളരെ ശക്തമായിട്ട് തന്നെ നിങ്ങൾ മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. കൂടാതെ ഇവിടെ പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നുണ്ട്, നിങ്ങളിൽ പലർക്കും ഈ ഒരു സമയം
ഒരു വിശ്രമം ആവശ്യമാണെന്ന്. അതായത് നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദങ്ങളും അമിത ചിന്തകളും നിങ്ങളെ മാനസികമായിട്ടും ശാരീരികമായിട്ടും വളരെയധികം തളർത്തുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ മാറി ഒരു വിശ്രമം എടുക്കുക എന്നാണ് പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത്. അതായത് മറ്റുള്ളവരിൽ നിന്നും മാറി ഒറ്റയ്ക്കിരുന്ന് ഏകാന്തമായിട്ടിരുന്നു കൊണ്ട് നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനും പൂർണ്ണമായ ഒരു വിശ്രമം നൽകുക എന്നുള്ളതാണ്. ഈ ഒരു ഏകാന്തതയിലൂടെ, ഈ ഒരു ശാന്തതയിലൂടെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ഊർജവും ആത്മവിശ്വാസവുമൊക്കെ വീണ്ടും നിങ്ങളിലേക്ക് തിരികെ എത്തുന്നതാണ്. നിങ്ങളെ നിരന്തരം അലട്ടിക്കൊണ്ടിരുന്ന നെഗറ്റീവ് ചിന്തകളും മാനസിക സമ്മർദ്ദങ്ങളുമൊക്കെ മാറി മനസ്സിന് വലിയൊരു ശാന്തതയും സമാധാനവുമൊക്കെ ഈ ഒരു ഏകാന്തതയിലൂടെ നിങ്ങൾക്ക് കൈവരും എന്നുള്ളതാണ് കാണുന്നത്. അതുപോലെ ഇവിടെ പുതിയ വരുമാന മാർഗങ്ങളും സാമ്പത്തിക വളർച്ചയും നിങ്ങളെ തേടിയെത്തുന്നുണ്ട്. അതായത് ചെറിയ ഒരു ജോലിയോ ബിസിനസ്സിനുള്ള ഒരു ആശയമോ അല്ലെങ്കിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു സാമ്പത്തിക ലാഭമൊക്കെ നിങ്ങളെ തേടി വരാം. അപ്പോൾ അത് കൃത്യമായിട്ട് ഉപയോഗിച്ചാൽ ഒരുപാട് കാലം നീണ്ടു നിൽക്കുന്ന വലിയൊരു സാമ്പത്തിക സുരക്ഷിതത്വം നിങ്ങൾക്ക് കെട്ടിപ്പടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അതുപോലെ ഈ ഒരു സമയം നിങ്ങളിൽ പലർക്കും ദീർഘവീക്ഷണമുള്ള ഒരു മുതിർന്ന വ്യക്തിയുടെ സഹായമോ അല്ലെങ്കിൽ മാർഗനിർദ്ദേശമോ ഒക്കെ ലഭിക്കുന്നതായിട്ടുള്ള ഒരു സാഹചര്യവും കാണുന്നുണ്ട്. കൂടാതെ ഇവിടെ പ്രപഞ്ചം നിങ്ങൾക്ക് ചെറിയൊരു മുന്നറിയിപ്പ് ഈ ഒരു സമയം നൽകുന്നുണ്ട്. അതായത് കൊടുക്കൽ വാങ്ങലുകളിൽ നിങ്ങൾക്ക് എപ്പോഴും ഒരു ജാഗ്രത വേണം എന്നുള്ളതാണ്. അതായത് മറ്റുള്ളവരെ സഹായിക്കുന്നത് നല്ലതാണ്, പക്ഷേ അത് മറ്റുള്ളവർ ചൂഷണം ചെയ്യാനുള്ള സാധ്യതകളുമുണ്ട്. അതിനാൽ തന്നെ നിങ്ങൾക്ക് മുന്നിൽ സഹായം ചോദിച്ചു വരുന്നവരെ നിങ്ങൾ തിരിച്ചറിയുക. അവർ യഥാർത്ഥത്തിൽ അതിന് അർഹരാണോ എന്ന് അന്വേഷിക്കുക. അന്ധമായിട്ട് എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിച്ച് സഹായിച്ചാൽ അത് പിന്നീട് നിങ്ങൾക്ക് വലിയ നഷ്ടങ്ങൾ വരുത്തി വച്ചേക്കാം എന്നാണ് പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം ഇതായിരുന്നു. എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കുക. എല്ലാ കാര്യങ്ങളിലും ഒരു ശുഭപ്രതീക്ഷ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ ഈ ഒരു റീഡിങ്ങിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് എന്താണോ പോസിറ്റീവായിട്ട് തോന്നുന്നത് അതിനെ മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക. അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയുടെ സഹായവും അനുഗ്രഹവും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം.